വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുടെ ഒരു സൺഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. സൺഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും ശരി, മറ്റ് വർക്കിംഗ് ഡേയ്സിൽ ഏകദേശം നമ്മൾ എണീക്കുന്ന സമയത്ത് തന്നെ കണ്ണൻ എണീക്കും. അപ്പോൾ നോർമലി കണ്ണൻ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെയും ഉണർത്തും. പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് നമ്മൾ കുറച്ച് ലേസി ആയിട്ട്, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പാട്ടൊക്കെ കേട്ട് കുറേ നേരം കിടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ പതുക്കെയാണ് ബെഡിൽ നിന്ന് എണീറ്റ് നമ്മളുടെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാറുള്ളൂ. പൊതുവെ സൺഡേ നമ്മൾ ഔട്ടിംഗ് ഒന്നും അങ്ങനെ അർജൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാറില്ല. കാരണം നമുക്ക് അടുത്ത ഒരാഴ്ചയ്ക്കുള്ള ഒരു പ്രിപ്പറേഷനായിട്ടാണ് നമ്മൾ ഈ സൺഡേനെ കാണുന്നത്. ബ്രഷ് ചെയ്യുക, ഫ്രഷ് ആവുക, അതൊന്നും നമ്മളിതിൽ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ പോലും എൻ്റെ ഏജ്, അതേപോലെ സ്കിൻ ടൈപ്പ്, ഇവിടുത്തെ വെതർ കണ്ടീഷൻ, അതൊക്കെ അനുസരിച്ച് സ്കിന്നും ഹെയറും ഒക്കെ ഒരു നോർമലായിട്ട് കൊണ്ടുപോകാൻ ഞാൻ കുറച്ചെങ്കിലും എഫേർട്ട് എടുക്കാറുണ്ട്. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസറും മോയ്സ്ചറൈസറും എന്ന് കരുതി ഇതന്നെ എല്ലാവരും ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പും ഇവിടുത്തെ വെതറും ഒക്കെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കെമിക്കൽസ് തന്നെയാണല്ലോ. ഈ കെരാറ്റിൻ ഓയിൽ നമ്മൾ ഹെയറിൽ എന്തിനാ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളത്തിനൊരു പ്രശ്നമുണ്ട്. അത് വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒരു വെളുത്ത പൊടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വീഡിയോ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ചിരിച്ചു പോയത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു പരിപാടി, ഇപ്പോൾ സമ്മറാണല്ലോ, അപ്പോൾ ഞാൻ ജനലൊക്കെ അങ്ങ് തുറന്നിടും. അതിപ്പോൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എനിക്ക് നല്ലോണം കാറ്റും വെളിച്ചവും കിട്ടിയിട്ട് ഇരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും ഒക്കെയുള്ള വ്യൂ. ഇപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ്. കാസിലും ചർച്ചും ഒക്കെ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ രാത്രി ഒന്നുകൂടെ കാണിച്ചു തരാം. താഴെ ചെറിയ ബാക്ക് യാർഡുകളൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. സമ്മർ ആയതുകൊണ്ട് നല്ല ഗ്രീനായിട്ട് കാണാം. ഞാൻ ആദ്യമൊക്കെ രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചായയാണ് കുടിക്കുക. അപ്പോൾ ആ ചായ കുടിച്ചാലേ ഉഷാറാവുള്ളൂ എന്ന് എൻ്റെ മൈൻഡിലൊരു തോന്നലും ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ നമ്മൾ ഈ ചായ കുടിച്ച് ബോഡി ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഹൈഡ്രേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ തുടങ്ങിയതാണ് ഈ ഒരു മോർണിംഗ് ഡ്രിങ്ക് റുട്ടീൻ. ചിയാ സീഡ് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി ഒരേ ടൈപ്പ് ഡ്രിങ്ക് അല്ല. അപ്പോൾ ഇന്ന് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും അതേപോലെ മിൻറ്റ് ലീവ്സും പിന്നെ ജിഞ്ചർ ജ്യൂസുമാണ്. പക്ഷേ മിൻറ്റ് ലീവ്സ് ഇന്ന് ഇല്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല. ഇത് വയറ് കുറയാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ വയറ് കുറേ ഇത് മാത്രം കുടിച്ചാൽ പോരാ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് കുടിക്കണം. അപ്പോൾ നോർമലി ഞാൻ 2019 തൊട്ടിട്ട് വയറ് കുറയാൻ വർക്കൗട്ട് ചെയ്യാറുണ്ടെങ്കിലും വയറ് കുറഞ്ഞു കഴിയുമ്പോൾ ഞാനത് നിർത്തും. അപ്പോൾ വീണ്ടും വയറ് ചാടും, പിന്നെ വീണ്ടും ചെയ്യും അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, വയറ് അങ്ങനെ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറയുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം കൂടെയാണ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനുള്ള ഒരു മോർണിംഗ് ഡ്രിങ്ക് കൂടിയാണ് ഇത്. എന്നും ഇതേ ഡ്രിങ്ക് അല്ല നമ്മൾ കുടിക്കുക, അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട്. ലെമണും ഹണിയും ചിയാ സീഡും ഇതുപോലത്തെ വേറൊരു കോമ്പിനേഷനാണ്. ഇനി നമ്മൾ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതാണ് കുടിക്കുക. വെറും വയറ്റിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ഒരു എനർജി ഉണ്ടാവും. ഇന്നലെ നമുക്ക് ഡിന്നറിന് ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി സാമ്പാർ, ഉള്ളിച്ചമ്മന്തി, അതേപോലെ നാളികേര ചട്നി, ഇതൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. വീടിൻ്റെ അകത്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവുന്നു, ക്യാമറയിലേക്ക് നോക്കുന്നു, അത് റെക്കോർഡ് ആവുന്നില്ലെന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ചില സമയത്തൊക്കെ ഫോക്കസ് കറക്റ്റ് അല്ല. പക്ഷെ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം, കാരണം ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ അടുത്ത ജോലി, തലേന്ന് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഡിഷ് വാഷറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി ഉണങ്ങി വൃത്തിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്തിട്ട് അതാത് സ്ഥലത്ത് ഷെൽഫിൽ വെക്കണം. അപ്പോഴാണ് നമ്മളിനി കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഓരോ പാത്രത്തിനും പ്രത്യേകം സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് അതൊക്കെ ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് വെച്ചു. അപ്പോൾ നമ്മൾ ചായ വെച്ചു. പിന്നെ ഇന്നലത്തെ സാമ്പാറും ചട്നിയും ഒക്കെയാണല്ലോ കൂടെയുള്ളത്. അപ്പോൾ ഇന്ന് ദോശയാക്കാം എന്ന് വെച്ചു. അപ്പോൾ ദോശ മാവില്ല. അപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശയാണ് ഇന്ന് ആക്കുന്നത് കേട്ടോ. പൊതുവേ നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് ഗോതമ്പ് ദോശ. പക്ഷേ വേറെ നിവൃത്തിയൊന്നുമില്ല. അതാ രാവിലത്തെ ഡ്രിങ്ക്, ഏട്ടൻ്റെ ഡ്രിങ്ക് ഹണിയും ലെമണും ആണെന്ന് തോന്നുന്നു, മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ണനത് കുടിക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്തെങ്കിലും കുടിക്കുക കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ക്യൂരിയസ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായയും ദോശയൊക്കെ റെഡിയായി. അപ്പോൾ ആ സമയം കൊണ്ട് ഏകദേശം കഴിക്കാറായപ്പോൾ ഏട്ടൻ സാമ്പാറൊക്കെ എടുത്തിട്ട് ചൂടാക്കി വെച്ചു. കാരണം എന്നാലും ഞാനത് ഫ്രിഡ്ജിൽ കയറ്റിയിരുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എന്ത് പുറത്ത് വെച്ചാലും പെട്ടെന്ന് കേടുവരും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് നമ്മൾ സൺഡേയും സാറ്റർഡേ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. പക്ഷേ നമുക്ക് ആകെ ആഴ്ചയിൽ 2 ദിവസമാണ് ഇത്ര റിലാക്സ്ഡ് ആയിട്ടുള്ള മോർണിംഗ്സ് ഉണ്ടാവാറുള്ളൂ. ഇനി നമ്മൾ രാവിലത്തെ സെറ്റ് ഓഫ് പാത്രങ്ങൾ ഡിഷ് വാഷറിൽ കഴുകാനിട്ടു. പിന്നെ ജസ്റ്റ് ഡൈനിങ് ടേബിളും അതേപോലെ കിച്ചണും ഒക്കെ വെറുതെ ഒന്ന് തുടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യലാണ് പ്രധാന പരിപാടി ഉണ്ടാവാറ്. പക്ഷേ ഇന്ന് 3-4 കല്യാണങ്ങളുള്ള ദിവസമായതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ തിരക്കായിരിക്കും എന്ന് നമുക്കറിയാം.
അപ്പോൾ മിക്കവാറും നമ്മൾ സിനിമ എന്തെങ്കിലും കാണും, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കളിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് കിച്ചൺ ഗ്ലൗസും അങ്ങനത്തെ കിച്ചണിലെ കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടെ കളിക്കുന്ന കുറച്ച് കളികളുണ്ട്. ഒന്നുകിൽ നമ്മൾ യുനോ കളിക്കും, അല്ലെങ്കിൽ മെമ്മറി ഗെയിംസ് കളിക്കും, അല്ലെങ്കിൽ അച്ഛനും മോനും മാത്രമാണെങ്കിൽ ക്രിക്കറ്റോ ചെസ്സോ. ഇന്ന് നമ്മൾ മെമ്മറി ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഈ ഗെയിം ഭയങ്കര പോപ്പുലറാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, വിർച്വൽ അല്ലാത്ത വേർഷൻ, റിയൽ വേർഷൻ. ഇത് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ, കുറച്ച് എത്തിഹാദിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ കാർഡ്സ്. കാണിച്ചില്ല കേട്ടോ, ബുദ്ധിമാൻ. എത്ര ഉണ്ട് ഓരോരുത്തർക്കും? കണ്ണൻ എത്ര? ഏട്ടന് എത്ര? എനിക്ക് 4. പിന്നത്തെ കളിയിലെ വിജയികൾ ശന്തനു, സഞ്ജയ്, സഞ്ജയ് ഗോപാൽ. നാല്, 5, 6. എത്ര ഏട്ടന് എത്ര? കണ്ണന് എനിക്ക് 6 ഗായ്സ്. ഞാനാണ് ഈ കളിയിൽ ജയിച്ചത്. ഞങ്ങൾ സെക്കൻഡ് പ്രൈസ്. അപ്പോൾ മെമ്മറി ഗെയിമൊക്കെ കളി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊരു മൂവി, OTT റിലീസായ ഏതെങ്കിലുമൊക്കെ മൂവി ഇരുന്ന് കാണും. അപ്പോൾ ഇന്ന് നമ്മൾ പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞ മൂവിയാണ് കാണുന്നത്. അപ്പോൾ കണ്ണൻ പോപ്സിക്കിളൊക്കെ എടുത്തിട്ട് വന്നു സിനിമയുടെ ഇടയിൽ. അവൻ അങ്ങനെ മുഴുവനായിട്ട് ഇരുന്ന് കാണുന്നില്ല കേട്ടോ. എല്ലാവരും ചോദിക്കും നമ്മൾ മൂവി കാണുമ്പോൾ അവൻ എന്താ ചെയ്യാന്ന്. കുറച്ചൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ പാട്ടും ഫൈറ്റൊക്കെ ആണെങ്കിൽ കണ്ടിരിക്കുക ഇഷ്ടം, അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടനൊരു കോള് വന്നു. അപ്പോഴത്തേക്ക് മെഷീൻ ഓഫായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ആ ക്ലോത്ത്സൊക്കെ എടുത്തു. അപ്പോൾ ഓൾറെഡി ഉണങ്ങിയ ക്ലോത്ത്സൊക്കെ മടക്കി വെക്കണമല്ലോ, എന്നാലും ഇപ്പോൾ പുതിയത് വിരിച്ചിടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ ക്ലോത്ത്സ് കണ്ണനോട് തന്നെ കബോർഡിൽ കൊണ്ടുവയ്ക്കാൻ പറയും. അത് പിന്നെ ഒരു നല്ല ശീലമാണല്ലോ. അവരും കൂടെ കുറച്ച് റെസ്പോൺസിബിൾ ആയിരിക്കും കുട്ടികൾ. കണ്ണൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാര താഴെയുണ്ട്. അവനതൊക്കെ എത്താനും ഒക്കെ എളുപ്പമാണ്, അതിന് എടുക്കാനും വെക്കാനും ഒക്കെ. പിന്നെ അവന് ഇഷ്ടമാണ് ഇങ്ങനെ റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കണത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ സൺഡേ കിച്ചൺ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ബിർണോയിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ സൺഡേ കിച്ചണിൽ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ സൺഡേ അവർ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ ഈ വീക്കിൽ മട്ടൺ ബിരിയാണിയും ഫിഷ് ഫ്രൈയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവർ 3 ബിരിയാണിയും അതേപോലെ ഒരു ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് ഇന്ന് എങ്ങോട്ടൊക്കെ പോകാനുണ്ട്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഈ മൺഡേ ടു ഫ്രൈഡേ ഓർഡർ എടുത്തിട്ട് ആ ഓർഡറിനുള്ള അത്രയും ഉണ്ടാക്കിയിട്ടായിരിക്കുമല്ലോ സൺഡേ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് അത് വാങ്ങിക്കൂന്ന് ചോദിച്ചു. ബിരിയാണിയാണല്ലോ ഓഫ് കോഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ നമ്മൾ വാങ്ങിച്ചോളാം. അപ്പോൾ അത് ഡെലിവറി ചെയ്യാൻ താഴെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനത് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് അതാണ്, കുക്കിംഗ് ഒന്നും ഇല്ല, അതങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണം. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആകെ തിരക്കായിരിക്കും. പിന്നെ കിച്ചണിലൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഈ ഫോണുമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത്ര കംഫർട്ടബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്കിനി ബിരിയാണി കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. നമ്മുടെ സിനിമ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമ നിർത്തേണ്ടി വന്നു. പക്ഷെ നല്ല മൂവിയാണ്, നല്ല കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. അപ്പോൾ അതെ, ഫുഡ് ഇന്നിപ്പോൾ 1:30 അപ്പോൾ ഫുഡ് കുറച്ച് വരാൻ ലേറ്റ് ആയതുകൊണ്ട് കാണാൻ ഇത്തിരി ജ്യൂസൊക്കെ കുടിക്കാനിരുന്നപ്പോഴാണ് അവർ വിളിച്ചത്. ഞാൻ സ്പൂണായിട്ട് തരാം, അങ്ങോട്ട് കൊണ്ടുവച്ചോളൂ. കണ്ണാ അത് ഒഴിവാക്കടാ, ടീപ്പോയൊക്കെ കഴിക്കല്ലേ. കൈയൊക്കെ കഴുകിയിട്ട് വേണം കുക്കാപ്പി. അതിന്റെ മുള്ളൊക്കെ തൊട്ടില്ലേ പോയി. മൈ ഗോഡ്, മത്തി മത്തി വറുത്തത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല.
നമുക്കിവിടെ മത്തിയൊന്നും നാട്ടിലത്തെ പോലെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ മത്തി വറുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇവിടെ സാൽമണും ട്യൂണയും അങ്ങനെ നാട്ടിൽ സുലഭമല്ലാത്ത മീനുകളാണ് ഇവിടെ അധികം കിട്ടുക കേട്ടോ. 3 ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ഹെവി ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും എന്തേ കണ്ടോ, ഒരു 1.5 ബിരിയാണി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഫിഷ് ഫ്രൈയും സാലഡും ഒക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി. ബിരിയാണി കഴിച്ചപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ ലിവിങ് റൂമിൽ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ കുറച്ച് നേരം വെറുതെയൊക്കെ ഇങ്ങനെ കിടന്നു. അതിൻ്റെ ഇടയിൽ കണ്ണന് കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മലയാളം കഥ, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ ബുക്സൊക്കെ ആയിട്ടാണ് വരിക, കണ്ണന് പറ്റിയ ബുക്സൊക്കെ. അപ്പോൾ അതിൽ നിന്നൊരു കഥ എടുത്ത് വായിച്ചു കൊടുക്കുകയായിരുന്നു. താനൊരു കേമനാണെന്ന അഹങ്കാരം ആർക്ക് തന്നു? ഈ രഞ്ജിദേവൻ തന്നു. അതായത് രഞ്ജിദേവൻ അഹങ്കാരിയായി മാറി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീട് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വറ്റൊക്കെ വീണ് ക്ലീൻ ചെയ്യേണ്ട ഒരു രീതിയിലായിട്ടുണ്ടാവും. അപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഒരു തലവേദന. അപ്പോൾ ഞാൻ ഓർത്തു കുളിച്ചാൽ മാറുന്നുണ്ടാവുമെന്ന്. അപ്പോൾ പൊതുവേ ഒഴിവുള്ള ദിവസങ്ങളിൽ പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ വിശദമായിട്ട് ഹെയർ വാഷൊക്കെ ചെയ്ത് കുളിക്കാൻ വേണ്ടി ഞാൻ വൈകുന്നേരമാണ് കുളിക്കാറ്. ഡെയിലി കാരണം നമ്മൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ പെട്ടെന്നുള്ളൊരു കുളിയാണല്ലോ. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്ത് കുളിക്കാൻ വൈകുന്നേരമാണ് നല്ലത്. കുളി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും തലവേദന കുറച്ച് കൂടുക ചെയ്ത്. ചായ കുടിച്ചാൽ തലവേദന കുറയുമെന്ന് വിചാരിച്ചു. ഏട്ടനാണെന്ന് ചായ ഉണ്ടാക്കിയത്. പക്ഷേ ചായ കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ തലവേദന അധികമാവുകയാണ് ചെയ്തത്. പറ്റില്ല, ഞാൻ പിന്നെ കുറച്ച് സമയം കിടന്നു. അതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ മുടിയൊക്കെ ഏട്ടൻ ട്രിം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തത് ഇതേ ഫോണിലായതുകൊണ്ട് എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മുടിയൊക്കെ വെട്ടി കുളിച്ചതിന് ശേഷം പിന്നെ കണ്ണൻ്റെ നാമം ചൊല്ലാനിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതേ നല്ല മഴക്കാറ് വന്നു. നല്ല ഇടിയും മിന്നലും മഴയും ഒക്കെ കൂടെ വരുന്ന ലക്ഷണമുണ്ട്. ആ കാണുന്നതാണ് സ്പിൽബർഗ് കാസിൽ കേട്ടോ. കണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ലൈറ്റ് തെളിഞ്ഞത്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് ഇടും. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ലൈറ്റിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ ഇതാണ് പെട്ര ചർച്ച്. ഇതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ബിൽഡിങ്സ് ആണ്. നാമം ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ പിന്നെ വായിക്കുന്ന സമയമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു കഥകളുള്ള ഇംഗ്ലീഷ് ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി, അത് വളരെ കുഞ്ഞു സ്റ്റോറീസ് ആയിരിക്കും, അത് അവൻ തനിയെ വായിക്കും. നമ്മൾ ആരെങ്കിലും ഒരാൾ ഒപ്പം ഇരുന്നിട്ട് അത് തിരുത്തിയൊക്കെ കൊടുക്കും. എന്നിട്ട് അവൻ വായിച്ചതിന് ശേഷം നമ്മൾ ആരെങ്കിലും ആ സ്റ്റോറി വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ബുദ്ധി ഉള്ളത് സ്ട്രോങ്ങിനേക്കാൾ നല്ലതാണ്. ഫിസിക്കലി സ്ട്രോങ്ങിനേക്കാൾ നല്ലത് നമ്മൾ വയസ്സ് ബുദ്ധിയല്ല, വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവേകമായി. ഭയങ്കര തലവേദന ആയതുകൊണ്ട് എനിക്ക് ബിരിയാണി ഒന്നും കഴിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രെഡ് ആവി കയറ്റിയിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് അത് മാത്രമായിട്ട് കഴിച്ചു. പിന്നെ കണ്ണൻ വേഗം കിടന്നുറങ്ങി. കാരണം അവന് നാളെ സ്കൂളൊക്കെ ഉണ്ടല്ലോ. ഇനി കണ്ണൻ്റെ നാളെ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ പൊതുവേ രാത്രി തന്നെ എടുത്ത് വെക്കും. അപ്പോൾ രാവിലെ ആ തിരക്കുണ്ടാവില്ല. കിടക്കുന്നതിന് മുന്നേ ഹാബിറ്റ് ട്രാക്കർ ഫില്ല് ചെയ്യുന്നൊരു പരിപാടി എനിക്കുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നന്നാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ഡെയിലി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതും മറന്നു പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്ത് ഇതുപോലെ വെക്കും. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്തെ ചെയ്ത കാര്യങ്ങൾ ടിക്കിടും. അപ്പോൾ ഏകദേശം ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്നത് പതിയെ പതിയെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ശീലമായിട്ട് മാറും. ഇപ്പോൾ 2024 ജനുവരി തൊട്ടിട്ടാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കർ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ മാസവും നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റും ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ചിട്ട് ഹാബിറ്റ്സ് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കണ്ടിട്ട് കണ്ണനും ഇതുപോലൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഹാബിറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു റാൻഡം സൺഡേ വ്ളോഗ്. അപ്പോൾ ദേ സ്പിൽബർഗ് കാസിലും പെട്ര ചർച്ചും ഒക്കെ ഇരുട്ടത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളെല്ലാവരും കടന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.